നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചൊരു വ്യക്തി ഓരോ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെയും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അശ്വതിയിൽ ജനിച്ച പുരുഷന് ചതയത്തിൽ പിറന്ന സ്ത്രീ ചേരില്ല. ഇവർ ചേരുന്ന കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും കുറഞ്ഞിരിക്കും. എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി വരും. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും അടിക്കടി ഉണ്ടായേക്കാം. ചതയത്തെ മാനേജ് ചെയ്യാൻ പലപ്പോഴും അശ്വതിക്ക് സാധിക്കില്ല. രണ്ടാളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ചിലർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും, മറ്റുള്ളവർ വിവാഹമോചനത്തിൽ എത്തുകയും ചെയ്യും. എന്നാൽ ചതയത്തിൽ പിറന്ന പുരുഷനും അശ്വതിയിൽ ജനിച്ച സ്ത്രീയും മധ്യമത്തിൽ ചേരും. വലിയ സന്തോഷമൊന്നും ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാൻ ഈ ദമ്പതികൾക്ക് കഴിയും. ദാമ്പത്യത്തിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത് അശ്വതിയിൽ പിറന്ന വ്യക്തി തന്നെ ആയിരിക്കും. ചതയത്തിൽ ജനിച്ച സ്ത്രീയും ഭരണിയിൽ ജനിച്ച പുരുഷനും തമ്മിൽ യോനിപ്പൊരുത്തം ഉണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹിച്ചും ഇല്ലായ്മകളിൽ അഡ്ജസ്റ്റ് ചെയ്തും മുന്നോട്ടു പോകാൻ ഈ ദമ്പതികൾക്ക് സാധിക്കും. ചതയത്തെ മെരുക്കി എടുക്കാൻ ഭരണിക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കും. അതിന് സാധിക്കാറുണ്ട്. ഏറെക്കുറെ സന്തോഷമുള്ള കുടുംബജീവിതം തന്നെയായിരിക്കും ഈ ദമ്പതികളുടെ ഇടയിൽ ഉണ്ടാകുന്നത്. സമൂഹത്തിലും നല്ല സ്ഥാനം ഇവർ ചേർന്ന കുടുംബങ്ങളിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചതയത്തിൽ ജനിച്ച പുരുഷനും ഭരണിയിൽ ജനിച്ച സ്ത്രീയും തമ്മിൽ മധ്യമ പൊരുത്തമാണുള്ളത്. പലപ്പോഴും കലഹങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഇവരുടെ ഇടയിൽ ഉണ്ടായി വരും. കുടുംബം സംഘർഷഭരിതം ആകാറുണ്ട്. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയാറുണ്ട്. പരസ്പരം മനസ്സിലാക്കുന്ന കപ്പിൾസ് ആകണമെന്ന് ഇല്ല. പക്ഷേ ജീവിച്ചു പോകാൻ, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാൻ ഇവർക്ക് സാധിക്കും. കാർത്തിക നക്ഷത്രം. ചതയത്തിൽ പിറന്ന സ്ത്രീക്ക് കാർത്തികയിൽ പിറന്ന പുരുഷൻ ചേരില്ല. എന്നും കലഹങ്ങളും പിണക്കങ്ങളുമൊക്കെ ആയിരിക്കും. മിക്ക വിഷയങ്ങളിലും നിലപാടുകൾ പരസ്പരം ഉൾക്കൊള്ളാൻ ആകാതെ വരും. രണ്ടാളും പരസ്പരം കുറ്റപ്പെടുത്തും. ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ പോലും ഇവർക്ക് ആസ്വദിക്കാൻ കഴിയാതെ വരും. ജീവിതം പലപ്പോഴും സംഘർഷഭരിതം ആയിരിക്കും. ഒരാളുടെ ദുർശീലങ്ങളും തെറ്റായ പ്രവൃത്തികളും കാരണം മറ്റേയാൾ ദുഃഖിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായേക്കാം. എല്ലാം കണ്ടില്ലെന്ന് വച്ച് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ ഒരാൾ തയ്യാറായാൽ മാത്രമേ ഈ നക്ഷത്രങ്ങൾ ജനിച്ചവർ തമ്മിലുള്ള ദാമ്പത്യം മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാത്തപക്ഷം വിവാഹ മോചനം ഉണ്ടായേക്കാം. എന്നാൽ ചതയത്തിൽ പിറന്ന പുരുഷന് കാർത്തികയിൽ പിറന്ന സ്ത്രീ ചേരും. വൈകാരികമായിട്ടുള്ള ഒരു ആത്മബന്ധം തന്നെ ഈ ദമ്പതികൾ തമ്മിൽ ഉണ്ടാകാറുണ്ട്. എല്ലാ കാര്യത്തിലും താങ്ങായും തണലായും മാറാൻ കഴിയും. പരസ്പരം അധിക നാൾ കാണാതെ ഇരിക്കാനോ കേൾക്കാതെ ഇരിക്കാനോ ഈ ദമ്പതികൾക്ക് സാധിക്കാറില്ല. ഉയർച്ചയിലും താഴ്ചയിലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും. ഇവർ ചേർന്ന കുടുംബങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായും കാണാറുണ്ട്. രോഹിണി നക്ഷത്രം. രോഹിണിയും ചതയവും ചേരില്ല. പഞ്ചവർഗ വേദദോഷമുള്ള നാളുകളാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർ തമ്മിൽ രൂക്ഷം തന്നെ ആയിരിക്കും. അതിൽ കുറേയൊക്കെ സോൾവ് ചെയ്ത് പോകാൻ കഴിയാറും ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്തതിങ്ങനെ ഉണ്ടായി വന്നാൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? അങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരാം. കുടുംബത്തിൽ സ്വസ്ഥത കുറഞ്ഞിരിക്കും. എന്നും ഒരു സമാധാനമില്ലായ്മ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആക്കിയാലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ബന്ധുജനം കാരണമുള്ള പ്രശ്നങ്ങളോ ഒക്കെ കുടുംബത്തിൻ്റെ സമാധാനത്തെ കെടുത്താം. ഇതൊന്നും അല്ല എങ്കിൽ ഒരാൾ നാട്ടിലും മറ്റേയാൾ അന്യദേശത്തും കഴിയുന്ന അവസ്ഥ, പരസ്പരം ഒരുമിച്ച് നിൽക്കാനാകാത്ത അവസ്ഥയും ഈ ദമ്പതികൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. സന്തോഷകരമായി ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് കഴിയാത്ത സാഹചര്യം ഈ ദമ്പതികൾ പലപ്പോഴും നേരിടുന്നതായിട്ട് കാണാറുണ്ട്. നല്ല സുഹൃത്തുക്കളായി ഇരിക്കാനും സഹോദരങ്ങളായിട്ടിരിക്കാനും ഈ നാളുകളിൽ ജനിച്ചവർ തമ്മിൽ സാധിക്കും. ഒരുപക്ഷെ നല്ല പ്രണയിതാക്കളാകാനും ഈ നാളുകളിൽ ജനിച്ചവർ തമ്മിൽ സാധിക്കും. പക്ഷേ ഈ നാളുകളിൽ ജനിച്ചവർ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ
അത് ഒരു സന്തോഷകരമായ കുടുംബജീവിതത്തിൽ എത്തിച്ചേരണമെന്നില്ല. പല രീതിയിലുള്ള സംഘർഷാവസ്ഥകളെയും ഇവർ നേരിടേണ്ടി വന്നേക്കാം. മകയിരം നക്ഷത്രം മധ്യമത്തിൽ ചേർക്കാവുന്ന നാളുകളാണ് ചതയവും മകയിരവും. അത്യാവശ്യം കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ. വലിയ ഒത്തൊരുമ ഒന്നുമില്ലെങ്കിലും പരസ്പരം സ്നേഹിക്കാനും ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കാനും ഈ ദമ്പതികൾക്ക് സാധിക്കാറുണ്ട്. കാര്യങ്ങളെയൊക്കെ ഒരു പരിധിവരെ ഇവർ പോസിറ്റീവായിട്ടാണ് ഫേസ് ചെയ്യാറ്. പക്ഷേ കലഹങ്ങളും അഭിപ്രായ ഭിന്നതകളുമൊക്കെ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ ചതയത്തിൻ്റെ തീരുമാനങ്ങളോടും പ്രവൃത്തികളോടും അഡ്ജസ്റ്റ് ചെയ്യാൻ മകയിരത്തിന് പലപ്പോഴും സാധിക്കണം എന്നില്ല. എല്ലാ കാര്യങ്ങളിലും ഐക്യം ഉണ്ടാകണമെന്നൊന്നുമില്ല. പക്ഷേ കുടുംബത്തിലെ നല്ല കാര്യങ്ങൾക്കായി ഇവർ ഒത്തൊരുമയോടെ തന്നെ പ്രവർത്തിക്കും. മകയിരത്തിൻ്റെ പ്രതീക്ഷകൾ നിറവേറ്റാൻ ചതയത്തിന് ആയില്ല എങ്കിൽ കൂടിയും പ്രതിസന്ധികളിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും. ഇവർ ചേർന്ന കുടുംബങ്ങളിൽ പുരോഗതി ഉണ്ടാകാറുണ്ട്. നല്ല നിലയിൽ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് ഇവർ ചേരുന്ന കുടുംബങ്ങൾ. തിരുവാതിര നക്ഷത്രം അനുജന്മ നക്ഷത്രങ്ങളാണ് ചതയവും തിരുവാതിരയും. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ചേരില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷം തന്നെ ആയിരിക്കും. അതിൽ കുറേയൊക്കെ സോൾവ് ചെയ്യാൻ കഴിയാറും ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യത്തിലും ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാകണം എന്നില്ല. കുടുംബത്തിൽ സ്വസ്ഥത കുറഞ്ഞിരിക്കും എന്ന് പറയേണ്ടി വരും. ഇനി ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആക്കിയാലും സാമ്പത്തിക പ്രശ്നമോ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നമോ ബന്ധുജനം കാരണമുള്ള പ്രയാസങ്ങളോ ഒക്കെ ഇവരുടെ കുടുംബ ജീവിതത്തെ സംഘർഷഭരിതമാക്കാം. ഇനി ഇതൊന്നുമല്ല എങ്കിൽ രണ്ടുപേരും രണ്ടിടത്ത് കഴിയുന്നത് കാരണം ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളെയും നേരിട്ടു എന്ന് വരാം. സന്തോഷകരമായി ജീവിക്കണം എന്ന ഒരു ആഗ്രഹം ഉണ്ടായാലും അതിന് സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളെയും ഈ ദമ്പതികളും പലപ്പോഴും നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കാനും സഹോദരങ്ങളായിട്ടിരിക്കാനും നല്ല പ്രണയിതാക്കളായിട്ടിരിക്കാനും ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് സാധിക്കും. പക്ഷേ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പല വിധേനയുള്ള പ്രയാസങ്ങളെയും നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. പുണർദം നക്ഷത്രം കർക്കടക കൂറിലെ പുണർദവും ചതയവും ചേരില്ല. ഷഷ്ട അഷ്ടമ ദോഷം ഉണ്ട്. അങ്ങനെയുള്ളവർ ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും തീരാത്ത പല പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അഡ്ജസ്റ്റ് ചെയ്യാൻ രണ്ടാൾക്കും പലപ്പോഴും കഴിയാതെ വരും. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും ഈ ദമ്പതികൾ. തീരുമാനങ്ങളും നിലപാടുകളുമൊക്കെ വ്യത്യസ്തം തന്നെയായിരിക്കും. മാനസികമായിട്ടുള്ള ഐക്യം ഇവർ തമ്മിൽ ഉണ്ടാകാറില്ല. കലഹങ്ങളും പിണക്കങ്ങളുമൊക്കെ വർദ്ധിച്ചിരിക്കും. എന്നാൽ മിഥുനക്കൂറിലെ പുണർദവും ചതയവും ചേരുന്ന നാളുകളാണ്. പരസ്പരം സ്നേഹിക്കുന്ന ദമ്പതികൾ തന്നെയായിരിക്കും ഇവർ. എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കണം എന്നൊന്നുമില്ല. പക്ഷെ പ്രതിസന്ധികളിൽ പരസ്പരം താങ്ങായും തണലായിട്ടുമൊക്കെ നിൽക്കാൻ ഇവർക്ക് സാധിക്കും. പോരായ്മകളെ അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, ഉള്ളിലെ സ്നേഹം ഇവരെ ഒന്നാക്കുക തന്നെ ചെയ്യും. സൗന്ദര്യ പിണക്കങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകും എങ്കിലും നല്ല സ്നേഹിക്കുന്ന ദമ്പതികൾ തന്നെയാകും. ഇവർ ചേരുന്ന കുടുംബങ്ങളിൽ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുന്നതായിട്ടും കാണാറുണ്ട്. പൂയം നക്ഷത്രം ഷഷ്ടാഷ്ടമ ദോഷമുള്ള നാളുകളാണ് പൂയവും ചതയവും. അതുകൊണ്ട് തന്നെ ഈ നാളുകളിൽ ഉള്ളവർ ചേർന്ന് കഴിഞ്ഞാൽ എന്നും കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും കുടുംബത്തിൽ സമാധാനമില്ലായ്മയും ഒക്കെ ആയിരിക്കും. അതായത് ഒരു ഐക്യം ഇവർ തമ്മിൽ ഉണ്ടാകണം എന്നില്ല. പൂയത്തെ അടിച്ചമർത്താനും അനുസരിപ്പിക്കാനും ഒക്കെ മറ്റേയാൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചതയത്തിന് പലപ്പോഴും പൂയം വഴങ്ങിക്കൊടുക്കുന്നതായിട്ടാണ് സാധാരണ കാണാറ്. ഇനി മാനസികമായിട്ടുള്ള ഐക്യം ഇവർ തമ്മിൽ ഉണ്ടായാൽ തന്നെയും എന്തെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ
തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഇവരുടെ കുടുംബജീവിതത്തിലെ സന്തോഷത്തെ ഇല്ലാതെയാക്കാറുണ്ട്. കുടുംബത്തിൽ സന്തോഷം പലപ്പോഴും കുറഞ്ഞിരിക്കും എന്ന് ചുരുക്കം. കുടുംബത്തിൽ ഇവർ ചേരുന്ന കുടുംബങ്ങളിൽ പുരോഗതിയും കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണാറ്. സന്താനലബ്ധിക്ക് ശേഷവും ഇവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും അവസാനിക്കുന്നതായിട്ട് കാണാറില്ല. തീരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ ആകാതെ വരുമ്പോൾ ഈ നക്ഷത്രങ്ങൾ ജനിച്ചവർ വിവാഹ മോചനങ്ങളിൽ എത്തുന്നതായിട്ടും കാണാറുണ്ട്. ചേർച്ച ഇല്ലാത്ത നാളുകൾ ആണെങ്കിലും ഈ നാളുകളിൽ ജനിച്ചവർ തമ്മിൽ ധാരാളമായിട്ട് തന്നെ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ആ പ്രണയം വിവാഹത്തിലെത്തണമെന്നില്ല. വിവാഹത്തിലെത്തിയാലും പല പ്രണയിക്കുന്ന സമയത്തുള്ള സന്തോഷം വിവാഹ ജീവിതത്തിൽ കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയാറും ഇല്ല. ആയില്യം നക്ഷത്രം ചേരാത്ത നാളുകളാണ് ആയില്യവും ചതയവും. ഈ നാളുകാർ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ദീർഘനാൾ ദാമ്പത്യം മുന്നോട്ട് പോകണം എന്നില്ല. പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഭിന്നതകളും ഒക്കെ രൂക്ഷം തന്നെയായിരിക്കും. അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ബാലി സുഗ്രീവ യുദ്ധം പോലെയാണ് ഇവരുടെ ഇടയിലെ കലഹങ്ങളും ഭിന്നതകളും. രണ്ടാളും ഒരു പൊടിക്ക് വിട്ടുവീഴ്ച ചെയ്യണം എന്നില്ല. ഒരാൾ പറയുന്ന കാര്യങ്ങൾ മറ്റേയാൾ വില നൽകണം എന്നില്ല. പരസ്പര ബഹുമാനവും ഇവർ തമ്മിൽ കുറഞ്ഞിരിക്കും. ഇവരുടെ ദാമ്പത്യം മുന്നോട്ട് പോകണം എങ്കിൽ സഹിച്ച് ക്ഷമിച്ച് എല്ലാം കാണാതെ ജീവിക്കാൻ ഒരാൾ പഠിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും ചതയത്തിൽ പിറന്ന വ്യക്തിയാണ് അത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകുന്നതായിട്ട് കാണാറുള്ളത്. ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരാൾ ആരോഗ്യ പ്രശ്നങ്ങളാലും മറ്റേയാൾ സാമ്പത്തിക തൊഴിൽ പ്രശ്നങ്ങളായിട്ടും ഒക്കെ ദുരിതമനുഭവിക്കുന്നത് കാണാറുണ്ട്. ദാമ്പത്യത്തിൽ ആദ്യകാലത്ത് തന്നെ ഇവരുടെ ഇടയിലെ പൊരുത്തക്കേടുകൾ പുറത്തേക്ക് വരാറുണ്ട്. ആദ്യകാലത്ത് തന്നെ പിണക്കങ്ങളും വർദ്ധിച്ചിരിക്കും. ഈ നാളുകാർ തമ്മിൽ പ്രണയബന്ധങ്ങൾ ധാരാളമായിട്ടുണ്ടാകാറുണ്ട്. പക്ഷെ പ്രണയിക്കുന്ന സമയത്തെ സന്തോഷം ഇവരുടെ വിവാഹ ജീവിതത്തിൽ അനുവർത്തിക്കാൻ സാധിക്കാറില്ല. മകം നക്ഷത്രം ഗണപൊരുത്തമുള്ള നക്ഷത്രങ്ങളാണ് മകവും ചതയവും. ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ദാമ്പത്യം തന്നെ ഉണ്ടാകുന്നതായി കാണാറുണ്ട്. ഇല്ലായ്മകളിലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നവരാണ്. പരസ്പരം മനസ്സിലാക്കാൻ, സ്നേഹിച്ചും സഹായിച്ചും മുന്നോട്ടു പോകാൻ, ഒരാൾ വീഴുമ്പോൾ മറ്റേയാൾക്ക് പിന്താങ്ങാനുള്ള ആ ഒരു മനോഭാവം ഈ ദമ്പതികളുടെ ഇടയിൽ കാണാറുണ്ട്. കുടുംബത്തിൻ്റെ പുരോഗതിക്കായി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവരാണ് ഈ ദമ്പതികൾ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതലും കോംപ്രമൈസിന് തയ്യാറാകുന്നത് മകത്തിൽ പിറന്ന വ്യക്തി തന്നെ ആയിരിക്കും. മകത്തിൻ്റെ തീരുമാനങ്ങൾക്ക് ആയിരിക്കും കുടുംബത്തിൽ പലപ്പോഴും മേൽക്കൈ ഉണ്ടാകുന്നത്. സ്ത്രീയുടെ നക്ഷത്രം ചതയം ആയാൽ യോനി പൊരുത്തം കൂടെ ഉണ്ടാകും. അങ്ങനെ ഉള്ള ദമ്പതികൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യം തന്നെ നയിച്ചിരിക്കും. സമസപ്തമ എന്ന് പറയുന്ന വിശേഷപ്പെട്ട പൊരുത്തം ഉള്ളതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും പരസ്പരം പിരിയാൻ ആകാതെ വരും. അകൽച്ച ഉണ്ടായാലും ഒരുമിക്കാൻ ഈ പൊരുത്തം ഇവരെ സഹായിക്കും. പൂരം നക്ഷത്രം സമസപ്തമമുള്ള നാളുകളാണ് ചതയവും പൂരവും. അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. സ്നേഹ കൂടുതൽ കാരണമുള്ള പ്രശ്നങ്ങളും കലഹങ്ങളും ഇവരുടെ ഇടയിൽ ധാരാളമായിട്ട് ഉണ്ടാകാറുണ്ട്. കുറച്ചുനാൾ പിണങ്ങിയിരുന്നാലും അധികം സമയമെടുക്കാതെ ഇണങ്ങുന്നവരാണ്. രണ്ടാൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആ ഭിന്നതകളെയൊക്കെ മറന്ന് ഒരുമിച്ച് നിൽക്കാൻ ഈ ദമ്പതികൾക്ക് സാധിക്കാറുണ്ട്. കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. കുടുംബ പുരോഗതിക്കായി സദാ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളുമൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകും. പക്ഷേ അവയെ സോൾവ് ചെയ്യാൻ ഇവർക്ക് സാധിക്കാറുണ്ട്. രണ്ടാളും വാശിക്കാരാണ്. ഈഗോ കാരണമായിട്ടുള്ള പിണക്കങ്ങൾ, സംഘർഷങ്ങൾ ഇടയ്ക്കിടെ ഇവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഈ ദാമ്പത്യത്തിൽ സ്ത്രീയാണ് പലപ്പോഴും കൂടുതലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഉത്രം നക്ഷത്രം കന്നിക്കൂറിലെ ഉത്രവും ചതയവും ചേരില്ല.
ഈ നാളുകാർ ഒന്നായി കഴിഞ്ഞാൽ സന്തോഷം അധിക നാൾ നീണ്ടു നിൽക്കില്ല. ഒരു കാര്യത്തിലും ഒത്തൊരുമ ഇവർ തമ്മിൽ വരാറില്ല. എന്നും എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങളും വിഷമതകളും ഒക്കെ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കലഹങ്ങൾ ഇടയ്ക്കിടെ ഇവരുടെ ജീവിതത്തെ സംഘർഷഭരിതമാക്കിയേക്കാം. ചതയത്തെ നിയന്ത്രിക്കാൻ ഉത്രത്തിന് പലപ്പോഴും സാധിക്കാതെ വരും. ഈ ദാമ്പത്യത്തിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നതും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി തന്നെയായിരിക്കും. എന്നാൽ ചിങ്ങക്കൂറിലെ ഉത്രവും ചതയവും ചേരും നല്ല ദാമ്പത്യം ഇവരുടെ ഇടയിൽ ഉണ്ടാകും. പരസ്പരം സ്നേഹിച്ചും പ്രയാസങ്ങളിൽ ഒരുമിച്ച് നിന്നും പ്രതിസന്ധികളെ ഒരുമിച്ച് നിന്ന് തരണം ചെയ്തും മുന്നോട്ട് പോകും. സ്നേഹവും വിശ്വാസവും ഇവരുടെ ബന്ധത്തെ ദൃഢമാക്കും. സ്ത്രീ ചതയത്തിലും പുരുഷൻ ഉത്രത്തിലും ജനിക്കുന്നതാണ് കൂടുതലും ഗുണകരം. അത്തം നക്ഷത്രം അത്തവും ചതയവും ചേരില്ല. അതുകൊണ്ട് തന്നെ തീരാത്ത കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കാരണം ഇവരുടെ ദാമ്പത്യ ജീവിതം സംഘർഷഭരിതമാകാറുണ്ട്. രണ്ടുപേർക്കും ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാതെ വരും. പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാൽ ശത്രുതയും വിരോധവുമൊക്കെ ഇവർ പലപ്പോഴും കാണിക്കാറുണ്ട്. പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായേക്കാം. ഷഷ്ടാഷ്ടമ ദോഷവും വേദദോഷവും ഇവരുടെ ദാമ്പത്യത്തെ കൂടുതൽ ദുഃഖഭരിതം ആക്കും. ഒരു കാര്യത്തിലും ഒത്തൊരുമ ഇവർ തമ്മിൽ ഉണ്ടാകില്ല. ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ പോലും ആസ്വദിക്കാൻ ഈ ദമ്പതികൾക്ക് ആകാതെ വരും. ഒരാളെങ്കിലും എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വളരെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ബന്ധം മുന്നോട്ട് പോകാറുള്ളൂ. അല്ലാത്ത പക്ഷം വിവാഹമോചനത്തിൽ എത്തും. ഒരാൾ നാട്ടിലും മറ്റേയാൾ വിദേശത്തും ആകുക, പരസ്പരം അധിക നാൾ കാണാതെ ഇരിക്കുക, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ഈ ദമ്പതികൾക്ക് സാധിക്കും. ചിത്തിര നക്ഷത്രം കന്നിക്കൂറിലെ ചിത്തിരയും ചതയവും ചേരില്ല. ശരിയാകും എന്ന് എത്ര പ്രതീക്ഷിച്ചാലും ഒന്നും ശരിയാകാത്ത അവസ്ഥ നേരിടും. പൊരുത്ത കുറവാണ് ഇതിലെ പ്രധാന വില്ലൻ. കലഹങ്ങൾ ഉണ്ടായാൽ രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്നില്ല. രണ്ടുപേരും നല്ല രീതിയിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നവരാണ്. പരസ്പരം കട്ടയ്ക്ക് നിന്ന് തന്നെ പോരാടും. ഒന്നിലും വിട്ടുവീഴ്ച രണ്ടാളും ചെയ്യണം എന്നില്ല. സാമ്പത്തിക പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും ഒക്കെ ഇവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നതായിട്ടും കാണാറുണ്ട്. എന്നാൽ തുലാം കൂറിലെ ചിത്തിരയും ചതയവും ചേരും. അങ്ങനെയുള്ള ദമ്പതികൾ തമ്മിൽ പൊരുത്തം ഉണ്ടായിരിക്കും. പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഈ ദമ്പതികൾക്ക് സാധിക്കും. പരസ്പരമുള്ള സ്നേഹം ഇവരുടെ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യാൻ സഹായിക്കും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ദമ്പതികൾ ആയിരിക്കും. ഗണപൊരുത്തം ഉള്ളതുകൊണ്ട് തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിന്ന് പോരാടാൻ ഇവർക്ക് പലപ്പോഴും കഴിയാറുണ്ട്. സമൂഹത്തിലും നല്ല നിലയും വിലയും ഇവർ ചേർന്ന കുടുംബം സമ്പാദിക്കാറുണ്ട്. അതിൽ സ്ത്രീ ചതയത്തിലും പുരുഷൻ ചിത്തിരയിലും ജനിച്ചതാണ് എങ്കിൽ 10ൽ 7.5 പൊരുത്തം വരെ ഉണ്ട്. അത് വളരെ ഗുണകരമാണ്. ചോതി നക്ഷത്രം ചോതിയും ചതയവും ചേരുന്ന നാളുകളാണ്. പരസ്പരം സ്നേഹിക്കാനാകുന്ന ദമ്പതികൾ ആണിവർ. പ്രശ്നങ്ങൾ ഉണ്ടായാലും കലഹങ്ങൾ ഉണ്ടായാലും ചോതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി നയപൂർവം പെരുമാറി സാഹചര്യത്തെ തണുപ്പിക്കാറുണ്ട്. ചതയത്തെ പല കാര്യങ്ങളിലും തിരുത്താൻ ചോതിക്ക് സാധിക്കും. നല്ല ഉപദേശങ്ങൾ നൽകും. എങ്കിലും ചോതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി പിണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്നില്ല. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ചേർന്ന കുടുംബങ്ങൾ അത്യാവശ്യം നല്ല ജീവിത ചുറ്റുപാടിൽ തന്നെ കഴിയാറും ഉണ്ട്. നല്ല സന്താനങ്ങളെ ഇവർക്ക് ലഭിക്കും. അവരെ നല്ലതുപോലെ തന്നെ വളർത്തിയെടുക്കാനും ഈ ദമ്പതികൾക്ക് സാധിക്കും. രണ്ടുപേർക്കും പരസ്പരം മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ ദാമ്പത്യത്തിലെ വിജയം. സ്ത്രീ ചതയത്തിലും പുരുഷൻ ചോതിയിലും ജനിക്കുന്നതാണ്. കൂടുതൽ ഗുണകരം. അങ്ങനെയായാൽ 10ൽ 8 പൊരുത്തം വരെ ഉണ്ടാകാറുണ്ട്. തീർച്ചയായും ഈ ദമ്പതികൾ
തിരിച്ചായാൽ 10ൽ 5.5 പൊരുത്തമാണ് ഉള്ളത്. വിശാഖം നക്ഷത്രം. ചതയവും വിശാഖവും ചേരുന്ന നാളുകളാണ്. എല്ലാ കാര്യത്തിലും സമാസമം നിൽക്കുന്ന ദമ്പതികൾ തന്നെ ആയിരിക്കും ഇവർ. കുറേയേറെ സിമിലാരിറ്റീസ് ഇവരുടെ സ്വഭാവത്തിൽ തന്നെ കണ്ടുവരാറുണ്ട്. ഏത് സാഹചര്യത്തിലും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നവരാണ്. എന്നാൽ കലഹങ്ങളും തർക്കങ്ങളും ഉണ്ടായാൽ രണ്ടാളും വിട്ടുവീഴ്ച ചെയ്യില്ല. നല്ല കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഈ ദാമ്പത്യത്തെ പലപ്പോഴും സംഘർഷഭരിതം ആക്കിയേക്കാം. എന്നാൽ അതിനെയൊക്കെ മറന്ന് വീണ്ടും സ്നേഹിക്കാൻ ഇവർക്ക് സാധിക്കാറും ഉണ്ട്. ഒരു തരം വൈകാരികമായിട്ടുള്ള ആത്മബന്ധം ഈ ദമ്പതികളുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. പങ്കാളിയുടെ കാര്യത്തിൽ രണ്ടുപേരും ഇത്തിരി പോസസീവായിട്ടാണ് കാണാറ്. സ്വന്തം കുടുംബത്തിന് വളരെ പ്രാധാന്യവും കരുതലും കൊടുക്കുന്നവർ ആയിരിക്കും ഈ 2 നക്ഷത്രങ്ങൾ ജനിച്ചവരും. അതുകൊണ്ട് തന്നെ കുടുംബത്തെ മറന്ന് ഇവർ ഒന്നും തന്നെ ചെയ്യാറില്ല. ഇവർ ചേർന്ന കുടുംബങ്ങൾ മെച്ചപ്പെട്ട സാമ്പത്തിക നിലയിലും ജീവിത ചുറ്റുപാടുകളിലും കഴിയുന്നതായി കാണാം. വീട്, ഭൂമി, വാഹനം തുടങ്ങിയ എല്ലാ സൗഭാഗ്യങ്ങളിലും ജീവിക്കുന്നവരാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ദമ്പതികൾ. നല്ല സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കുകയും ആ സന്താനങ്ങളെ നല്ല രീതിയിൽ വളർത്താനും ഇവർക്ക് സാധിക്കും. സ്ത്രീ നക്ഷത്രം വിശാഖവും പുരുഷന്റെ നക്ഷത്രവും ചതയവും ആയിരിക്കുന്നതാണ് കൂടുതലും ഗുണകരം. അനിഴം നക്ഷത്രം. അനിഴവും ചതയവും നല്ല പൊരുത്തമുള്ള നക്ഷത്രങ്ങളല്ല. ദാമ്പത്യത്തിൽ എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളുമൊക്കെ ഇടയ്ക്കിടെ ഉണ്ടായേക്കാം. രണ്ടാൾക്കും പരസ്പരം മനസ്സിലാക്കാൻ ആകാത്ത അവസ്ഥ പലപ്പോഴും നേരിടും. ഈഗോ കാരണമുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചിരിക്കും. ചതയത്തെ നിയന്ത്രിക്കാനോ ഉൾക്കൊള്ളാനോ പലപ്പോഴും അനിഴം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിക്ക് സാധിക്കാതെ വരും. പക്ഷേ ഈ ദാമ്പത്യം മുന്നോട്ട് പോകണം എങ്കിൽ അനിഴത്തിൽ പിറന്ന വ്യക്തി തന്നെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. പല തെറ്റിദ്ധാരണകളും ഇവരുടെ ഇടയിൽ പലപ്പോഴും ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. ശീലങ്ങളും തെറ്റായ തീരുമാനങ്ങളും ഒക്കെ കാരണം ഇവർ കുടുംബത്തിൽ ദുഃഖം അനുഭവിക്കുന്നതായിട്ടും കാണാറുണ്ട്. ഇവർ ചേരുന്ന കുടുംബങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതായിട്ടും കാണാറില്ല. തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ടയിൽ ജനിച്ച സ്ത്രീക്ക് ചതയത്തിൽ പിറന്ന പുരുഷൻ ചേരില്ല. 7ാം നാളാണ്. അങ്ങനെ ഉള്ളവർ ചേർന്ന് കഴിഞ്ഞാൽ എന്നും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ കുടുംബത്തിൽ ഉണ്ടായി വരാം. കലഹങ്ങളും ഭിന്നതകളുമൊക്കെ ഇടവിട്ട് ഉണ്ടാകും. ഒരു കാര്യത്തിലും ഐക്യം ഉണ്ടാകില്ല. കുടുംബത്തിലെ നല്ല അവസരങ്ങളിൽ പോലും സന്തോഷിക്കാൻ ആകാതെ വരും. കലഹങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെ നിന്ന് തന്നെ പോരാടും. രണ്ടാളും സ്വന്തം തെറ്റുകൾ സമ്മതിച്ചു കൊടുക്കാറില്ല. പിണക്കങ്ങൾ ദീർഘനാൾ നീണ്ടുപോയേക്കാം. ഒരുമിച്ച് കഴിയുമ്പോഴും പരസ്പരം മിണ്ടാതെ സഹകരിക്കാനാകാതെ പോകുന്ന സ്ഥിതി ഇവരുടെ ഇടയിൽ കാണാറുണ്ട്. ചിലർ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലാത്തവർ വിവാഹ മോചനത്തിൽ എത്തും. എന്നാൽ തൃക്കേട്ടയിൽ ജനിച്ച പുരുഷന് ചതയത്തിൽ പിറന്ന സ്ത്രീ ചേരും. പരസ്പരം സ്നേഹിച്ച് മുന്നോട്ടു പോകാൻ ഈ ദമ്പതികൾക്ക് സാധിക്കാറുണ്ട്. ഇല്ലായ്മകളിൽ പോലും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നവരാണ്. പ്രതിസന്ധികളിൽ താങ്ങായും തണലായിട്ടുമൊക്കെ മാറും. പരസ്പരം അധിക നാൾ പിണങ്ങിയിരിക്കാൻ ഈ ദമ്പതികൾക്ക് സാധിക്കാറില്ല. പരസ്പരം സ്നേഹിച്ച് തന്നെ ജീവിക്കാൻ ഇവർക്ക് കഴിയും. മൂലം നക്ഷത്രം. ചതയവും മൂലവും ചേരുന്ന നക്ഷത്രങ്ങളാണ്. പരസ്പരം നല്ലപോലെ സ്നേഹിക്കാൻ ഇവർക്ക് കഴിയും. ഇല്ലായ്മകളിൽ പോലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും. എന്നാൽ ഒരുപാട് വിഷയങ്ങളിൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ശക്തം തന്നെയായിരിക്കും. പക്ഷെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവർ തമ്മിൽ യോജിപ്പ് വരുന്ന വിഷയങ്ങൾ താരതമ്യേന കുറഞ്ഞിരിക്കും. എന്നാൽ അതിനെയൊക്കെ അതിനെയൊക്കെ ഓവർകം ചെയ്തു പോകാൻ ഇവരുടെ സ്നേഹം കൊണ്ട് സാധിക്കും. പ്രതിസന്ധികളെ ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് അതിജീവിക്കാൻ കഴിയും. പിണക്കങ്ങൾ ഉണ്ടായാലും പെട്ടെന്ന് തന്നെ സോൾവ് ആകും. രണ്ടുപേരും പരസ്പരം അധികവും ആശ്രയിക്കണം എന്നില്ല.
രണ്ട് വ്യക്തികളായിട്ട് തന്നെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ദമ്പതികൾ ആയിരിക്കും. സന്താനങ്ങളെയൊക്കെ ഇവർ നല്ല രീതിയിൽ വളർത്താറുണ്ട്. ഇവർ ചേരുന്ന കുടുംബങ്ങൾ സമൂഹത്തിലും നല്ല നിലയിൽ തന്നെ എത്തിപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. സ്ത്രീയുടെ നക്ഷത്രം ചതയവും പുരുഷന്റെ നക്ഷത്രം മൂലവും ആയിരിക്കുന്നതാണ് കൂടുതലും ഗുണകരം. പൂരാടം നക്ഷത്രം. പൂരാടത്തിൽ ജനിച്ച സ്ത്രീക്ക് ചതയത്തിൽ പിറന്ന പുരുഷൻ ചേരില്ല. ഒരു കാര്യത്തിലും യോജിപ്പ് ഉണ്ടാകണം എന്നില്ല. ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് പലപ്പോഴും ഇഷ്ടമാകില്ല. സമാധാനക്കുറവ് ഇവരുടെ ദാമ്പത്യത്തെ പലപ്പോഴും വേട്ടയാടാറുണ്ട്. എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാൽ തന്നെ ഒരു ശത്രുതാ മനോഭാവം, കലഹിക്കുന്ന സ്ഥിതി ഇവരുടെ ഇടയിൽ ഉണ്ടായേക്കാം. നിസാര കാര്യങ്ങൾ പോലും വഴക്കിൽ കലാശിക്കാം. ഇവർ ചേരുന്ന കുടുംബങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതായിട്ടും കാണാറില്ല. എന്നും മാത്രമല്ല പല പ്രയാസങ്ങളും ഉണ്ടാവുകയും ചെയ്യും. രണ്ടാൾക്കും പരസ്പരം ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി പലപ്പോഴും രൂപപ്പെടാം. ചതയത്തെ മനസ്സിലാക്കാൻ പൂരാടത്തിന് സാധിക്കണം എന്നില്ല. എന്നാൽ പൂരാടത്തിൽ ജനിച്ച പുരുഷനും ചതയത്തിലെ സ്ത്രീയും തമ്മിൽ 10ൽ 6.5 പൊരുത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദമ്പതികൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകും. പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകും. സന്തോഷകരമായിരിക്കാനാണ് ഇവരുടെ ദാമ്പത്യം സന്തോഷകരമായിരിക്കും. ഇവർ ചേരുന്ന കുടുംബങ്ങൾ സമൂഹത്തിൽ നല്ല പുരോഗതിയും കൈവരിക്കാറുണ്ട്. ഉത്രാടം നക്ഷത്രം. ചതയവും ഉത്രാടവും പൊരുത്തമുള്ള നക്ഷത്രങ്ങളാണ്. സന്തോഷത്തോടെ ജീവിച്ചു പോകാൻ ഈ ദമ്പതികൾക്ക് സാധിക്കാറുണ്ട്. പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നവരാണ്. തെറ്റുകളെയൊക്കെ ക്ഷമിക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും കുറേയൊക്കെ ഈ ദമ്പതികൾക്ക് സാധിക്കും. കുറേ കാര്യങ്ങൾ കണ്ടില്ലെന്ന് വയ്ക്കാനും ഇവർക്കാകും. പ്രതിസന്ധികളിൽ ഒരുമിച്ച് നിന്ന് തന്നെ അതിനെ അതിജീവിക്കും. ഉത്രാടത്തിൻ്റെ ഇഷ്ടങ്ങൾ പലപ്പോഴും ചതയം കണ്ടില്ലെന്ന് വയ്ക്കാറുണ്ട്. ഇത് പല സംഘർഷങ്ങൾക്കും കാരണമായേക്കാം. എങ്കിലും ഉത്രാടത്തിൻ്റെ സന്തോഷത്തിനായിട്ട് പ്രവർത്തിക്കാൻ ചതയത്തിൽ പിറന്ന വ്യക്തിക്ക് മനസ്സുണ്ടായിരിക്കും. ഇവർ ചേരുന്ന കുടുംബങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകാറുണ്ട്. സ്വന്തമായിട്ട് വീട്, ഭൂമി, വാഹനം എന്നിവയൊക്കെ ഈ കുടുംബം സാക്ഷാത്കരിക്കാറുണ്ട്. സമൂഹത്തിലും നല്ല നിലയിൽ ജീവിക്കുന്നവരാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ദമ്പതികൾ. പുരുഷൻ ചതയത്തിലും സ്ത്രീ ഉത്രാടത്തിലും ആണ് ജനിച്ചത് എങ്കിൽ 10ൽ 8 പൊരുത്തം ഉണ്ട്. അത് കൂടുതൽ ഗുണകരമാണ്. തിരിച്ചായാൽ 10ൽ 6.5 പൊരുത്തമാണ് ഉള്ളത്. തിരുവോണം നക്ഷത്രം. ചതയത്തിൽ ജനിച്ച പുരുഷന് തിരുവോണത്തിൽ ജനിച്ച സ്ത്രീ ചേരില്ല. 3-ാം നാളുകളാണ്. അങ്ങനെയുള്ളവർ ചേർന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷം കുറഞ്ഞിരിക്കും. സമാധാനം ഉണ്ടാകണം എന്നില്ല. എന്നും ഓരോ പ്രശ്നങ്ങളായിരിക്കും. പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതി രണ്ടുപേരും പുലർത്തിയേക്കാം. അധിക നാൾ സ്നേഹത്തോടെ ഇരിക്കാൻ ഈ ദമ്പതികൾക്ക് പലപ്പോഴും സാധിക്കണം എന്നില്ല. കുറച്ചുനാൾ സ്നേഹിച്ച് മുന്നോട്ട് പോകും. കുറച്ചുനാൾ കലഹിച്ചും പിണങ്ങിയും ഇവർ മുന്നോട്ട് പോകും. കുടുംബം നോക്കി നടത്താനുള്ള കഴിവ് തിരുവോണത്തിനായിരിക്കും കൂടുതലായിട്ടും ഉള്ളത്. എന്നാൽ തിരുവോണത്തിൻ്റെ നിലപാടുകളോട് യോജിച്ച് നിന്ന് പ്രവർത്തിക്കാൻ ചതയത്തിന് പലപ്പോഴും സാധിക്കണം എന്നുമില്ല. ഇങ്ങനെ ഭിന്നതകൾ പല വിഷയങ്ങളിലും ഉണ്ടായി വരും. തിരുവോണത്തിൽ ജനിച്ച പുരുഷനും ചതയത്തിൽ ജനിച്ച സ്ത്രീയും തമ്മിലും വലിയ ചേർച്ച പറയാനില്ല. പക്ഷെ സംഘർഷാവസ്ഥകൾ പലപ്പോഴും ഇവരുടെ ദാമ്പത്യത്തിലും ഉണ്ടാകും. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പലപ്പോഴും ഈ ദമ്പതികൾക്ക് കഴിയാറുണ്ട്. അവിട്ടം നക്ഷത്രം. അവിട്ടവും ചതയവും പൊരുത്തമുള്ള നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം തന്നെ ഉണ്ടാകും. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകാൻ കഴിയുന്നവരാണ്. ഇല്ലായ്മകളിൽ പോലും
പരസ്പരം ഒത്തൊരുമയോടുകൂടി നിൽക്കാൻ, പരസ്പരം കുറ്റപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയും. ഒരാൾ തളരുമ്പോൾ പങ്കാളിക്ക് താങ്ങായി മാറാൻ സാധിക്കും. അധിക നാൾ പിണങ്ങിയിരിക്കാനോ കലഹിച്ചിരിക്കാനോ അകന്നിരിക്കാനോ ഇവർക്ക് കഴിയില്ല. ഒരു വൈകാരികമായിട്ടുള്ള ആത്മബന്ധം തന്നെ ഈ ദമ്പതികൾ തമ്മിൽ ഉണ്ടാകാറുണ്ട്. പങ്കാളിയുടെ ഇഷ്ടത്തിന് വില കൊടുക്കും. ഇവർ ചേർന്ന കുടുംബങ്ങൾ സമൂഹത്തിലും നല്ല നിലയിൽ തന്നെ എത്താറുണ്ട്. നല്ല ജീവിത ചുറ്റുപാടുകളിൽ ഇവർ ചേർന്ന കുടുംബങ്ങൾ കഴിയുന്നതായിട്ട് കാണാം. നല്ല സന്താനങ്ങൾക്ക് ഇവർ ജന്മം കൊടുക്കും. അവരെ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനും കഴിയും. ചതയം നക്ഷത്രം ഏക നക്ഷത്ര വർജ്യത്തിൽപ്പെടുന്ന നാളാണ് ചതയം. അതുകൊണ്ട് തന്നെ ചതയവും ചേരില്ല. ചേർന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ പല വിധേനയുള്ള പ്രയാസങ്ങളെയും നേരിടേണ്ടതായിട്ട് വരും. എന്നും സമാധാന കുറവായിരിക്കും. പരസ്പരം ഉള്ള കലഹങ്ങളും പിണക്കങ്ങളുമൊക്കെ വർദ്ധിച്ചിരിക്കാനാണ് സാധ്യത. ഒരു കാര്യത്തിലും യോജിപ്പ് ഉണ്ടായില്ല. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ രണ്ടാൾക്കും ബുദ്ധിമുട്ടായിരിക്കും. നല്ലത് വന്നാലും ദോഷം വന്നാലും ഒരുമിച്ച് തന്നെ വരും. സാമ്പത്തികമായോ തൊഴിൽപരമായിട്ടോ ആരോഗ്യപരമായിട്ടോ ഒക്കെയുള്ള പ്രയാസങ്ങൾ ഇവർ ചേർന്ന കുടുംബങ്ങളിലുള്ളവർ അനുഭവിക്കുന്നതായിട്ടും കാണാറുണ്ട്. കുടുംബത്തിൽ പുരോഗതിയും താരതമ്യേന കുറഞ്ഞിരിക്കും. തീരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ ആകാതെ വരും. പലപ്പോഴും വിവാഹമോചനത്തിലും എത്തിയേക്കാം. ജാതകത്തിൽ നല്ല ദശാപഹാരങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇവർ ചേർന്ന ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. പൂരുരുട്ടാതി നക്ഷത്രം മധ്യമ പൊരുത്തമുള്ള നാളുകളാണ് ചതയവും പൂരുരുട്ടാതിയും. അതുകൊണ്ട് തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിച്ചു പോകാൻ ഈ ദമ്പതികൾക്ക് സാധിക്കും. ഇവരുടെ ഇടയിൽ പരസ്പരമുള്ള സ്നേഹം ഇവരുടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ സഹായിക്കും. കലഹങ്ങളും പിണക്കങ്ങളുമൊക്കെ ഉണ്ടായാൽ തന്നെയും അത് സോൾവ് ചെയ്ത് പോകാൻ ഇവർക്ക് കഴിയാറുണ്ട്. എന്നാൽ വലിയ ഐക്യമുള്ള ദമ്പതികൾ ഒന്നും ആയിരിക്കില്ല. പല വിഷയങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകും. എങ്കിലും ഇവരെ ചേർത്ത് നിർത്തുന്നത് ഉള്ളിലെ ആ ഒരു സ്നേഹമാണ്. ഇവർ നല്ല സന്താനങ്ങൾക്ക് തന്നെ ജന്മം നൽകും. ഇവർ ചേർന്ന കുടുംബങ്ങളിൽ നല്ല പുരോഗതിയും സന്തോഷവുമൊക്കെ ഉണ്ടാകാറുണ്ട്. സ്ത്രീയുടെ നാൾ ചതയവും പുരുഷന്റെ നാൾ പൂരുരുട്ടാതിയുമായിട്ടിരിക്കുന്നതാണ് കൂടുതലും ഗുണകരം. അങ്ങനെയാണെങ്കിൽ യോനിപ്പൊരുത്തമുണ്ട്. അത് സുഖകരമായിട്ടുള്ളൊരു ദാമ്പത്യത്തിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ ഈ ദമ്പതികൾക്ക് കഴിയും. ഉത്രട്ടാതി നക്ഷത്രം ചതയത്തിൽ ജനിച്ച പുരുഷനും ഉത്രട്ടാതിയിൽ ജനിച്ച സ്ത്രീയും തമ്മിൽ മധ്യമ പൊരുത്തമാണുള്ളത്. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ, വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ ജീവിച്ചു പോകാൻ ഈ ദമ്പതികൾക്ക് കഴിയാറുണ്ട്. എല്ലാ കാലത്തും ഇവരുടെ ഇടയിൽ ഒരു സ്നേഹം നിലനിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ ഇവർക്ക് കഴിയും. ചതയത്തിൻ്റെ തീരുമാനങ്ങളോട് യോജിച്ചു നിൽക്കാൻ ഉത്രട്ടാതിയിൽ ജനിച്ച വ്യക്തിക്ക് പലപ്പോഴും സാധിക്കണം എന്നില്ല. ചതയം ദേഷ്യപ്പെട്ടാലും നയപൂർവ്വം നിന്ന് സാഹചര്യം തണുപ്പിക്കാൻ ഉത്രട്ടാതിയിൽ പിറന്ന വ്യക്തിക്ക് സാധിക്കും. ചതയത്തിന് നല്ല ബുദ്ധി പലപ്പോഴും ഉപദേശിച്ചു കൊടുക്കും. എല്ലാ കാര്യങ്ങളിലും താങ്ങായും തണലായും കൂടെ നിൽക്കാൻ ഇവർക്ക് പരസ്പരം സാധിക്കും. എന്നാൽ ചതയത്തിൽ ജനിച്ച സ്ത്രീയും ഉത്രട്ടാതിയിൽ ജനിച്ച പുരുഷനും തമ്മിൽ ചേരില്ല. മൂന്നാം നാളുകളാണ്. അങ്ങനെയുള്ളവർ ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ വർദ്ധിച്ചിരിക്കും. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കുടുംബത്തിൽ പലപ്പോഴും ഉണ്ടാകും. കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ വർദ്ധിച്ചിരിക്കും. വിവാഹമോചനത്തിൽ വരെ എത്തിപ്പെട്ടു എന്നിരിക്കും. രേവതി നക്ഷത്രം ചതയവും രേവതിയും പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ദാമ്പത്യം ഈ നാളുകളിൽ ജനിച്ചവർ തമ്മിൽ ഉണ്ടാകാറുണ്ട്. പരസ്പരം അധിക നാൾ അകന്നിരിക്കാൻ ഇവർക്ക് കഴിയില്ല. ഒരു വൈകാരികമായിട്ടുള്ള സ്നേഹബന്ധം തന്നെ ഈ ദമ്പതികളുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. വീഴ്ചകളിൽ
പരസ്പരം സഹായിക്കാറുണ്ട്. പ്രതിസന്ധികളിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയാറുണ്ട്. സന്താനങ്ങളെ ഇവർ നല്ല രീതിയിൽ തന്നെ വളർത്തും. ഇവർ ചേർന്ന കുടുംബങ്ങളിൽ സാമ്പത്തികവും തൊഴിൽപരവുമായിട്ടുള്ള പുരോഗതിയും ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. സമൂഹത്തിലും നല്ല നിലയിലും വിലയിലും ഈ കുടുംബം ജീവിക്കുന്നതായിട്ട് കാണാം. കൂടുതൽ കാരണമുള്ള പ്രശ്നങ്ങളാണ് ഇവരുടെ ഇടയിൽ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. പോസസീവ്നെസ് കാരണമുള്ള പിണക്കങ്ങൾ ധാരാളമായി ഇവരുടെ ഇടയിൽ ഉണ്ടായേക്കാം. സ്ത്രീയുടെ നക്ഷത്രം രേവതിയും പുരുഷന്റെ നക്ഷത്രം ചതയവും ആയിരിക്കുന്നതാണ് കൂടുതലും ഗുണകരം. അപ്പോൾ ഇതാണ് ചതയവും 27 നക്ഷത്രങ്ങളും തമ്മിലുള്ള പൊരുത്തം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നന്ദി.